കുടിവെള്ളം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലുള്ള റോഡ് ഉപരോധ പ്രതിഷേധം തുടരുകയാണ്. കൊല്ലത്ത് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് RSP പ്രവർത്തകർ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരം നടത്തുകയാണ്. അരുൺരാജ് നമുക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതാനും RSP RYF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി സമരം കനപ്പിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ തുരുത്ത് നിവാസികൾ അടക്കം അവർ കുടം കമഴ്ത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നു. ഒരു തുള്ളി കുടിനീർ കിട്ടാനില്ലാത്ത അവസരത്തിൽ 11 ദിവസമായി കുടിവെള്ളം മുടങ്ങുകയും ബദൽ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നതിലുള്ള നാട്ടുകാരുടെ സ്വാഭാവിക പ്രതിഷേധം എന്ന നിലയിൽ നമുക്ക് ഈ ജനകീയ സമരത്തെ കാണാം. RSP അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള RSPയുടെ സമരം, അതിലെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അരുൺരാജ് സംഭവ സ്ഥലത്ത് നമുക്ക് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, പറയൂ. ഗോപീഷൻ, അല്പസമയമാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. RYFന്റെ അടക്കം പ്രവർത്തകർ ഇപ്പോഴും ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. RYFന്റെ നേതാവ് കൂടിയായ ഉല്ലാസ് കൗർ അടക്കമുള്ള പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഈ കുടിവെള്ളത്തിനായാണ് തങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ആ സമരത്തെ പോലീസ് ഇത്തരത്തിൽ നേരിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഈ RSPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ UDFന്റെ നേതൃത്വത്തിൽ ഈ സമരം ഇപ്പോൾ മാറുകയാണ്. RSP ഇതിന്റെ നേതൃപരമായ പങ്ക് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം. ഇതിൽ കൃത്യമായി ഉറപ്പ് തങ്ങൾക്ക് നൽകണം. ഈ തുരുത്തിലേക്ക് എന്ന് വെള്ളം എത്തിക്കാൻ കഴിയും, ഈ കുടിവെള്ള പ്രശ്നത്തിന് എന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന ആവശ്യമാണ് RSP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ 24 മണിക്കൂറിനകം പൂർണ്ണമായ തോതിൽ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ വാട്ടർ അതോറിറ്റി നൽകുന്നുണ്ട്. പക്ഷേ അത് ഒരു രേഖാമൂലമായ ഉറപ്പായി ഇപ്പോൾ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉറപ്പായി ഈ പ്രവർത്തകർക്കോ സമരം ചെയ്യുന്നവർക്ക് മുമ്പിലോ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കൂടുതൽ പോലീസിനെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഈ വാഹന ഗതാഗതം പൂർണ്ണമായും സുഗമമാക്കുക എന്നുള്ളതാണ് പോലീസിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ചെറിയ വാഹനങ്ങളടക്കം ഇപ്പോൾ ഒരു സൈഡിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി ഈ വാഹനങ്ങൾ പൂർണ്ണമായും ഈ ദേശീയപാതയിൽ നിശ്ചലമായി വലിയ തോതിലുള്ള ഗതാഗത കുരുക്കടക്കം ഇപ്പോൾ ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ സംബന്ധിച്ച് ഈ ഗതാഗത പ്രശ്നം കൂടി പരിഹരിക്കണം. അങ്ങനെ പോലീസിന് തന്നെ കുടിവെള്ള പ്രശ്നം തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കൊല്ലത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഈ സംസ്കരണ വേളയിലടക്കം ഈ സന്ധ്യ സെബാസ്റ്റ്യന്റെ സംസ്കരണത്തിലടക്കം ആൾക്കാർ കൃത്യമായി പറഞ്ഞത് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകണം. 40 വർഷത്തിന് മുമ്പാണ് ഇത്തരത്തിൽ കുടിവെള്ളം എടുക്കാൻ പോയ 2 പേർ തങ്ങളുടെ തുരുത്തിൽ മരണപ്പെടുന്നത്. അതിനുശേഷം ഈ 40 വർഷത്തിന് ശേഷം ഒരു സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? കുടിവെള്ളം തുരുത്തിലേക്ക് എത്താതിരുന്നിട്ട് അതിനൊരു പരിഹാരം പോലും കാണാൻ കഴിയാതെ പോയ പ്രാദേശിക സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജനകീയ രോഷം അത് കൊല്ലത്ത് ഉയരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വലിയ പോലീസ് സംവിധാനം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഈ പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോഴും RYFന്റെ നേതൃത്വത്തിൽ RSPയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ റോഡിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു. പരസ്പരം കൈകോർത്ത് ഈ പ്രതിഷേധത്തിൽ ഈ പ്രവർത്തകർ പങ്കുചേരുന്ന കാഴ്ചയാണ്. ഒരു സൈഡിൽ കൂടി വാഹന ഗതാഗതം സുഗമമാക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. എന്തായാലും ഈ കൂടുതൽ പോലീസിലെത്തി ഒരുപക്ഷെ ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ അല്പസമയത്തിനകം തന്നെ നീക്കും. എന്തായാലും ഈ വിഷയത്തിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന ഒരു സൂചന കൂടി ഇപ്പോൾ RSP നൽകുന്നു. കാരണം ഇന്ന് മന്ത്രിമാർക്കടക്കം ജില്ലയിൽ പരിപാടികളുള്ളതാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം കുടിവെള്ള പ്രശ്നമാണ്. ആ വിഷയത്തിൽ പരിഹാരം എന്നത് അത് സ്വാഭാവിക നീതിയാണ്. ആ നീതി നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഇനി എന്ത് നടപടിയാണ് ഈ ക്രിസ്മസ് അടക്കമുള്ള സമയത്ത് ഇനി എന്ത് നടപടിയാണ് ഭരണകൂടങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കാലിക്കുടവുമായി ഇവിടേക്ക് എത്തിയ RSPയുടെ പ്രവർത്തകർ കാലിക്കുടം ഈ റോഡിൽ ഈ ദേശീയപാതയിൽ പൊട്ടിച്ച ശേഷമായിരുന്നു ഈ ഉപരോധത്തിന്റെ പൂർണ്ണതോതിലേക്ക് പോയത്. എന്തായാലും ഇപ്പോഴും ഈ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി ഈ ഭാഗത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ UDFന്റെ അടക്കം പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം RSPക്ക് പിന്തുണയുമായി RSPയുടെ സമരത്തിന് പിന്തുണയുമായി
കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതിനാലും മുതിർന്ന നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും ജില്ലാ നേതാക്കളടക്കം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടില്ല. അതുകൊണ്ട് പോലീസിന് ഈ സമരം അവസാനിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. 1 മണിക്കൂറിലധികമായി ഗോവിഷ്ണ ഈ 1 മണിക്കൂറിലധികമായി ഈ ദേശീയപാത പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. അത്ര വലുതായിരുന്നു ജനകീയ രോഷം. RSPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മണിക്കൂറായി തുടങ്ങിയ സമരം ഈ ഗതാഗതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പോയി. ഒടുവിൽ പോലീസ് അവസാനത്തെ രീതിയിലാണ്, ഗതികെട്ട അവസാനത്തെ രീതിയിലാണ് അറസ്റ്റ് ചെയ്ത് നേതാക്കളടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമടക്കം ഉണ്ടായത്. ഈ കുടിവെള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ പോലീസിനും ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. കാരണം സ്ത്രീകളടക്കമുള്ള വലിയ സമൂഹം ഈ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. അവരെ ഈ അറസ്റ്റ് നീക്കുമ്പോൾ സ്വാഭാവികമായും കുടിവെള്ള വിഷയത്തിൽ ഒരു സ്ത്രീക്കെതിരെ മർദ്ദനം ഉണ്ടായാൽ, ഒരു വ്യക്തിക്കെതിരെ മർദ്ദനം ഉണ്ടായാൽ അതിലുണ്ടാകുന്ന പ്രതിഷേധം, അതിലുണ്ടാകുന്ന വലിയ സാധ്യത കൂടി പോലീസിന് മനസ്സിലാക്കി അത് രാഷ്ട്രീയ വിഷയമായി പോകാതെ തന്നെയായിരുന്നു പോലീസ് ഈ വിഷയത്തെ ഇപ്പോൾ നേരിട്ടത്. എന്തായാലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഈ സമരം ചെയ്യുന്ന നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. കാരണം ഈ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം അറസ്റ്റ് വരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി പ്രതിഷേധം ഈ റോഡിലേക്ക് മാറുന്നു. റോഡിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഈ RSP അത് ചവറ കൂടിയായതുകൊണ്ട് RSPയുടെ കരുത്തുറ്റ മണ്ഡലമാണ്. സ്വാഭാവികമായും അവിടെ RSP ആ ശക്തി തെളിയിച്ചിരിക്കുന്നു. കൊല്ലത്ത് ആ സമരത്തിൽ അവർ ആ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുള്ള RSPയുടെ സമരം ആദ്യ ദിവസം തന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഏതായാലും ഈ വിഷയത്തിൽ RSP നേതാക്കളെ RSP ഉദ്യോഗസ്ഥരടക്കം കാണും എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. കൊല്ലത്ത് വലിയ പ്രതിഷേധമാണ്, കുടിവെള്ള ക്ഷാമത്തിൽ ഉള്ള പ്രതിഷേധമാണ്. 11 ദിവസമായി കുടിവെള്ളം എത്തുന്നില്ല, അതിലുള്ള പ്രതിഷേധം, RSPയുടെ പ്രതിഷേധം. RSPക്ക് പിന്തുണയുമായി UDF നേതാക്കളും രംഗത്തെത്തുന്നു. കുറച്ച് മണിക്കൂറായി അവിടെ സമരം തുടരുകയാണ്. നേരത്തെ ഈ RSP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് UDF പ്രവർത്തകരും എത്തി. അവർ പ്രതിഷേധം കടുപ്പിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്ന. ആനന്ദവല്ലീശ്വരത്താണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. അരുൺ രാജിലേക്കാണ്. അരുൺ രാജ്, ഇപ്പോൾ കൂടുതൽ പ്രതിഷേധക്കാർ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? നേരത്തെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ 30ഓളം പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി. വനിതകളടക്കമുള്ള പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇതിൽ പ്രാദേശികമായി ആ സ്ഥലത്തുള്ളവർ അടക്കം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സ്ഥലത്തേക്ക് കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ എത്തിയത്. അത് UDFന്റെ അടക്കം പ്രവർത്തകർ എത്തി എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള വെല്ലുവിളി. അവരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ള ദൌത്യം ഇപ്പോൾ പോലീസിന് മുമ്പിൽ ബാക്കിയാവുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് കൂടുതൽ പേരെ ഈ സ്ഥലത്തേക്ക് കൂടുതൽ വിന്യാസം, പോലീസിന്റെ കൂടി കൂടുതൽ വിന്യാസം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസും നടത്തുന്നത്. ഇത് എന്തായാലും ഈ പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം സുഗമമാക്കുക. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം നഗരത്തിൽ മന്ത്രിമാർക്കടക്കം വിവിധ പരിപാടികളുണ്ട്. ആ പരിപാടികൾ നടത്തേണ്ട സമയം എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും മന്ത്രിമാരുടെ ഈ റൂട്ടിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് എത്ര ബലം പ്രയോഗിച്ചാലും എത്രയും വേഗത്തിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ RYFന്റെ പ്രവർത്തകർ, RSPയുടെ പ്രവർത്തകരെ, ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്, വാഹനത്തിലേക്ക് മാറ്റുകയാണ്. ആദ്യഘട്ടത്തിൽ 2 തവണ ഈ പോലീസ് 30 പേരെ വീതം അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. ഇതിന് പിന്നാലെയാണ് ഈ ഇവിടേക്ക് എത്തിയ കൂടുതൽ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. 3 CAമാരുടെ നേതൃത്വത്തിൽ, ACPയുടെ അടക്കം നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം അത് കൊല്ലം ഈ RSPയുടെ സമരത്തെ നേരിടാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചെറുത്തുനിൽപ്പുണ്ടാകുന്നു. ആ ചെറുത്തുനിൽപ്പിനെ പോലും അവഗണിച്ച പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ഥലത്ത് നീക്കുകയാണ്. എങ്കിൽ മാത്രമേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കുടിവെള്ള പ്രശ്നമാണ്. കൂടുതൽ കൈവിട്ടു പോകാതെ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനെ സംബന്ധിച്ചുണ്ട്. അത് വേഗത്തിൽ തന്നെ രാഷ്ട്രീയ വിഷയമായി മാറി അത് സർക്കാരിനെതിരെ തിരിയാം. അതുകൊണ്ട് തന്നെ പോലീസും ഇക്കാര്യത്തിലൊരു ജാഗരൂപമായ ഒരു സമീപനമാണ്, ജാഗ്രതയുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ചെറുത്തുനിൽപ്പ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇപ്പോൾ സമീപത്തെ കൊല്ലം ക്യാമ്പിൽ നടക്കം പോലീസിനെ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതോടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും. എന്നാലും പോലീസ് കണക്ക് കൂട്ടിയതിനപ്പുറം, പോലീസിന്റെ എല്ലാ കണക്കൂട്ടലിനപ്പുറം ആ പ്രതിഷേധം കടന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര നേരം, ഇത്ര മണിക്കൂറിലധികമായി ഈ പ്രതിഷേധം, ഈ ദേശീയപാത ഉപരോധിക്കുന്നതടക്കമുള്ള രീതിയിലേക്കടക്കം കാര്യങ്ങൾ
പോവുകയും ചെയ്തത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി നേരത്തെ ചർച്ച നടത്തിയതാണ്. പക്ഷേ അപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസിന് വലിയ ശ്രമകരമായ ഒരു ദൗത്യം പ്രയോഗിക്കുന്നത് ശ്രമകരമായ ഒരു പ്രശ്നമാണ്. കാരണം പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുതിർന്ന പ്രവർത്തകർ, അത് പ്രായം ചെന്നവരടക്കമുണ്ട്, വനിതകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ വിവിധ പ്രായത്തിലുള്ളവരുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ സ്വാഭാവികമായും മറ്റ് പ്രശ്നങ്ങളില്ലാതെ അറസ്റ്റ് ചെയ്ത് നീക്കണം. അത് പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ, ഈ സമരം ചെയ്ത മുഴുവൻ പ്രവർത്തകരെയും ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. ഈ പ്രതിഷേധം ഇനിയും ഉണ്ടാകും. വരും മണിക്കൂറിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ആർഎസ്പിയുടെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇക്കാര്യത്തിൽ കുടിവെള്ള പ്രശ്നമാണ്, കുടിവെള്ള വിഷയത്തിൽ സമരത്തിലേക്ക് തന്നെ പോകാനാണ് തങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ് ആർഎസ്പി വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ യുവജന സംഘടനകൾ വരും മണിക്കൂറിൽ പ്രതിഷേധവുമായി രംഗത്ത് വരും എന്നുള്ള സൂചനയാണ് ഈ ആർഎസ്പിയുടെയും അതുപോലെ തന്നെ യുഡിഎഫ് നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഇപ്പോൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്കായി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ നേരത്തെ എത്തിയെങ്കിലും ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ എത്തി പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റി പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി കൊല്ലം നഗരത്തിൽ കൊല്ലത്തിന്റെ ദേശീയപാത കളക്ടറിന് സമീപം കടന്നുപോകുന്ന ദേശീയപാത പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടായിരുന്നു ആർഎസ്പിയുടെ പ്രതിഷേധം. വലിയ പോലീസ് സന്നാഹം തന്നെ ഇതിനെ നേരിടാൻ വേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ആർഎസ്പി അത് ഇത്തരത്തിൽ വലിയ ശക്തമായൊരു സമരം ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിരൂക്ഷമായി പോലീസിന്റെ എല്ലാ കണക്കുകളെയും ഞെട്ടിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ഒഴുക്ക് അത് ആർഎസ്പിയുടെ സമരത്തിൽ കണ്ടു. ആ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തെ ഇപ്പോൾ പൂർണ്ണമായും നേരിടാൻ കഴിഞ്ഞു. പോലീസിനെ പൂർണ്ണമായും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നീക്കി ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം പോലീസിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും കുടിവെള്ള പ്രശ്നത്തിൽ തെരുവിലേക്ക് ഇത്ര ശക്തമായ ഒരു സമരം കഴിഞ്ഞ 11 ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാണ് കൊല്ലം നഗരം കാണുന്നത്. എന്തായാലും ഈ കൊല്ലം നഗരത്തിലുണ്ടായ പ്രതിഷേധം അത് സ്വാഭാവികമായി ഈ വിഷയത്തിൽ നിന്ന് നഗരസഭാ കൌൺസിൽ അടക്കമുണ്ടായ വിഷയത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം നഗരസഭയിൽ കൂടി പ്രതിപക്ഷ സംഘടന ഉന്നയിക്കുമെന്ന സൂചന കൂടി തരുന്നുണ്ട്. എന്തായാലും ഈ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ച് പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ഈ ദേശീയപാത ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അരുൺ, ഈ കുടിവെള്ളക്ഷാമത്തിനുള്ള പരിഹാരം അതിൽ എന്താണ് ഇപ്പോൾ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുമോ? എന്ത് വിശദീകരണം അവർ നൽകുന്നുണ്ട്? അനുജ, മാധ്യമങ്ങൾക്ക് മുമ്പിലോ സമരം ചെയ്യുന്നവർക്ക് മുമ്പിലോ നേതാക്കന്മാർക്ക് മുമ്പിലോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ എന്ന് കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്ന കൃത്യമായി ഉറപ്പ് നൽകാൻ ജല അതോറിറ്റിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 24 മണിക്കൂറിന് അകം ജലം എത്തിക്കാൻ കഴിയുമെന്ന് അത് ഔദ്യോഗികമല്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യത്തിന് അവർക്ക് പോലും ഉറപ്പില്ല എന്നുള്ളതാണ് ശരി. എന്തായാലും 11 ദിവസമായി തുരുത്തടക്കമുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ 11 ദിവസമായി കുടിവെള്ളമില്ല. കുടിവെള്ളം ത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇന്ന് കൊല്ലത്ത് കണ്ടത്. കളക്ടറേറ്റിന് മുന്നിൽ ദേശീയപാത റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ആർഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് പ്രവർത്തകരെ മുഴുവൻ പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സമരം. പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു നീക്കി. ആർഎസ്പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ യുഡിഎഫിന്റെ പ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. വലിയ പ്രതിഷേധം 1 മണിക്കൂറിലേറെയായി ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പുത്തൻതുരുത്തിലെ കുടിവെള്ളക്ഷാമത്തിനെതിരായ പ്രതിഷേധം.